കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താ മുത്തശ്ശി? നീ അറിഞ്ഞിട്ടാണോ നിന്റെ ഭർത്താവ് ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരു കാര്യം പറഞ്ഞത്? എന്ത് കാര്യം? നിനക്കറിയില്ലല്ലേ? ഞാൻ കള്ളം പറയാറില്ല. കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളിൽ ആരാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. പേടിക്കണ്ട. ശിക്ഷിക്കാനോ അടിച്ചു പുറത്താക്കാനോ അല്ല, മനസ്സ് തുറന്ന് 4 വർത്താനം പറയാനാ. എല്ലാ പെണ്ണിനും ഒരു ധാരണയുണ്ട്, കഴുത്തിലൊരു താലി വീണാ പിന്നെ കെട്ടിയവൻ അവളുടെ മാത്രമാണെന്ന്. കഷ്ടപ്പെട്ട് അവനെ വളർത്തി വലുതാക്കി അവന്റെ അച്ഛനെ, അമ്മയെ, കൂടപ്പിറപ്പുകളെ ഒന്നും അവർക്ക് വേണ്ട. ഒരു കാര്യമില്ലെങ്കിൽ പോലും അവരൊക്കെ അവളുടെ ശത്രുവായിരിക്കും. ഇല്ലാത്തതും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് ഏഷണി കയറ്റി അവന്റെ വീട്ടുകാരെ അവന്റെ അടുത്ത് നിന്ന് അകറ്റുക, അതാണ് അവളുടെ പ്രധാനപ്പെട്ട പണി. ചില പൊട്ടന്മാരാണെങ്കിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവന്മാരെയൊക്കെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി മധുവിത് കഴിയുന്നതിന് മുമ്പ് വല്ല വാടക വീട്ടിലോ അവിടെ വീട്ടിലോട്ടോ കൊണ്ടുപോകും. അപ്പോഴൊന്നും ഈ ആമ്പിള്ളേർ ചതി മനസ്സിലാക്കില്ല. മനസ്സ് മുഴുവൻ ഭാര്യയോടുള്ള പ്രണയമാണല്ലോ. അപ്പൊ പിന്നെ കണ്ണു കാണത്തില്ല. ഒടുവിൽ സ്വപ്ന ലോകത്തൊന്നും ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോഴാ പറ്റിയ മണ്ടത്തരം അവന്മാർക്ക് മനസ്സിലാകുന്നത്. ഭാര്യ മാത്രമല്ല, വരുന്നവരും പോകുന്നവരും പട്ടി പൂച്ച എല്ലാവരെ ചവിട്ടി തേക്കും. ഇനി അവൻ എത്ര പരമയോഗ്യനാണെങ്കിൽ പോലും അവന്റെ എല്ലാ യോഗ്യതകളും നാക്കുകൊണ്ട് പറഞ്ഞ് അവളെ അയോഗ്യതയാക്കും. താമസം അച്ചി വീട്ടിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മരണം വരെ മനസമാധാനം എന്ന് പറയുന്ന ഒരു സാധനം അവന് കിട്ടത്തില്ല. അമ്മായിയമ്മ പോരൊക്കെ ഒരു ശരാശരി പെണ്ണ് സഹിക്കും. പക്ഷേ അമ്മായിയപ്പം പോരെ, അത് അന്തസ്സുള്ള ഒറ്റ ആമ്പിള്ളേര് സഹിക്കില്ല. ഒന്നുകിൽ അവൻ ഭാര്യ ഉപേക്ഷിച്ച് രക്ഷപ്പെടും, അല്ലെങ്കിൽ അമ്മായിയപ്പൻ ഇല്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ പിരിക്കും. അല്ല, നിങ്ങളെങ്ങോട്ടാ മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്? വാടക വീട്ടിലേക്കോ അതോ നിന്റെ സ്വന്തം വീട്ടിലേക്കോ? എവിടെ കൊണ്ടുപോയ എന്റെ ചെക്കന്റെ ജീവിതം തകർക്കാൻ തീരുമാനിച്ചത്? ചോദിച്ചു കേട്ടില്ലേടി? എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ. ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ആരാ ആദ്യം പറഞ്ഞത്? ഞാനല്ല. എനിക്കൊന്നും അറിയില്ല. നീ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയായിരുന്നു. ഒരുപാട് നാളത്തെ അടുപ്പമൊന്നും ഇല്ലെങ്കിലും ഇവിടെയുള്ള മറ്റു പലരെക്കാളും നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്റെ തോന്നലും ശരിയോ തെറ്റോ ആയിക്കോട്ടെ. പക്ഷേ എന്റെ ആദ്യകുട്ടന്റെ ഭാര്യയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാ ഇഷ്ടം. കരയല്ലേ? നീ കരയാതിരിക്കാൻ വേണ്ടിയല്ലേ മുത്തശ്ശി ഇത്രയും കഷ്ടപ്പെട്ടത്? ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചോണ്ട് നിങ്ങളുടെ കല്യാണം നടത്തി തന്നത്. ഒരു ജന്മം കൊണ്ട് കരയാവുന്നതിലേറെ നീ കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഒരിക്കലും നീ കരയരുത്. ലോകത്ത് എവിടെ കിട്ടുന്ന സമാധാനവും സന്തോഷവും ഈ വീട്ടിൽ മുത്തശ്ശി നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും മുത്തശ്ശി ചെയ്യൂല. നിങ്ങളുടെ ഒരു കാര്യത്തിലും മുത്തശ്ശി അനാവശ്യമായിട്ട് ഇടപെടില്ല. മോള് അവനോട് പറയണം അവന്റെ തീരുമാനം ഉപേക്ഷിക്കാൻ. അവനെ നിന്നെയൊന്നും കാണാതെ മുത്തശ്ശിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും ഈ വീട് വിട്ട് എങ്ങോട്ടും പോകരുതെന്ന് ആജ്ഞാപിക്കാനൊന്നും മുത്തശ്ശിക്ക് ത്രാണിയില്ല മോളെ. ശീലം അതാണെങ്കിലും എന്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കാലി പിടിക്കാൻ പോലും മുത്തശ്ശി ഒരുക്കും. മുത്തശ്ശി ഇങ്ങനൊന്നും പറയല്ലേ മോളെ.